ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് അതിതീവ്രമായ മഴ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായിട്ടുള്ള മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. മലപ്പുറത്തും കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പലയിടത്തും കനത്ത മഴയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റ് 11ഓളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പലയിടത്തും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളുണ്ടായി. മരം വീണ് നെല്ലിയാമ്പതിയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. നാളെ 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയായിട്ടുള്ള നാളെ 11 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സാധാരണയേക്കാൾ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്ന ഈ കാലവർഷക്കാലത്ത് ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ കനത്ത മഴയാണ് ലഭിക്കുന്നത്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് മുന്നറിയിപ്പുണ്ട്. ജൂൺ 1 വരെ ശക്തമായിട്ടുള്ള മഴ തുടരുമെന്നാണ് അറിയിപ്പ്. കൂടാതെ വയനാട്ടിൽ റെഡ് അലർട്ടാണ്. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അതീവ ജാഗ്രതയുണ്ട്. ചൂരൽമലയിൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. പാലക്കാട് നെല്ലിയാമ്പതി തുത്തൻപാറയിലേക്കുള്ള വഴിയിൽ മരം വീണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഇന്നലെ പകൽ പെയ്ത ശക്തമായ മഴയിലാണ് മരം കടപുഴകി വീണത്. മാത്രമല്ല, ഇടുക്കിയിലെ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ വലിയ മുന്നറിയിപ്പില്ലാതെ തന്നെ തുറന്നിരിക്കുന്നു. 5 ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. തൊടുപുഴയാറിലും മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ്. യാതൊരു തരത്തിലുമില്ല മുന്നറിയിപ്പ് ഇല്ലാതെയാണ് ഈ ഒരു മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിരുന്നത്. ഓറഞ്ച്, റെഡ് അലർട്ടുകൾ മാറി മാറി വരുന്ന ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. അതുതന്നെയായാലും യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പ് ഇല്ലാതെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ്. സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ജലവിഭവ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകാതെ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നത് എന്നത് വ്യക്തമല്ല. ഷട്ടറുകൾ തുറക്കുന്നത് സംബന്ധിച്ച് VRDക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. ഇന്ന് പുലർച്ചെയാണ് ഷട്ടറുകൾ തുറന്നതെന്നാണ് വിവരം. റെഡ് അലർട്ട് നിലനിൽക്കെ ഇടയ്ക്കിടെ ജലനിരപ്പ് ക്രമീകരിക്കാൻ ഷട്ടറുകൾ തുറക്കാറുണ്ട്. എന്നാൽ 5 ഷട്ടറുകളും തുറക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മുന്നറിയിപ്പ് നൽകേണ്ടിയിരുന്നതാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നു വന്നത് അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നുവെന്ന് വാർത്തകൾ വന്നതാണ് PRD ഇത് അറിയുക തന്നെ ചെയ്തത്. എന്തുതന്നെയായാലും ജാഗ്രത പാലിക്കുക. കേരളത്തിലാകമാനം ശക്തമായിട്ടുള്ള മഴയാണ്. പലയിടത്തും ഉരുൾപൊട്ടലുണ്ടാകാനും മണ്ണിടിച്ചിലുണ്ടാകാനും ഒക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രത.